ഈ സാധനത്തിനെ കാണാൻ സത്യത്തിൽ എന്നെ പോലെ ഉണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലേ എന്നിന് ഇവൻ ഇങ്ങനെ പറയുമ്പം അടുത്തിരുന്ന സെക്രട്ടറിയും കറക്റ്റ് സൂം ചെയ്ത് നോക്കുവാണ് നിങ്ങൾക്ക് മാച്ചായിട്ട് ഫീൽ ചെയ്യുന്നു. ഇവനും കൂടെ ചേർന്ന് കളിയാക്കുമ്പം ഇവിടെ ടീമോണെ ദേഷ്യത്തിലാവും. അങ്ങനെ അതിനുശേഷം ഷിൻഹാരി അവളുടെ കൂട്ടുകാരിയോട് നടന്ന കാര്യമൊക്കെ പറയുമ്പം അവളാണ് ഇതെല്ലാം കേട്ടിട്ട് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും അവൻ എങ്ങനെയാടി കല്യാണം കഴിക്കാൻ സമ്മതിച്ചെന്ന് പറഞ്ഞ് അവൾക്ക് ഇപ്പോഴും മനസ്സിലാവത്തില്ല. അപ്പോഴാണ് ഹാരിയും അതാ പറഞ്ഞ് അവൻ ഇവളുടെ പുറകെ വരുവല്ല ഇവളുടെ ഫാമിലിയുടെ പൈസയുടെ പുറകെ വരുമെന്ന് പറഞ്ഞ് അവനെല്ലാം ബിസിനസ് ആയിട്ട് നോക്കുന്നതെന്ന് പറയും. പക്ഷെ ഇവളുടെ കൂട്ടുകാരാണ് അതൊന്നും വിശ്വസിക്കാതെ അവന്റെ ഫാമിലിയൊക്കെ ഭയങ്കര റിച്ചാന്ന് പറഞ്ഞ് മിക്കാറും ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ടായിരിക്കും അവൻ ആ കല്യാണത്തിന് വാശി പിടിച്ച് നിൽക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് ഹാരിയും വെറുത്തോയി വാശി പിടിച്ച് എന്നെ കണ്ടിട്ടോ എടി മര്യാദയ്ക്ക് നീ അവനായിട്ടുള്ള പ്രശ്നമൊക്കെ ചെന്ന് സോൾവ് ചെയ്യും. നീ വേറെ ഏതാണ്ട് ഒരു ആക്ട്രസിനെ വിളിച്ച് നിനക്കൊരം പോകാൻ പറഞ്ഞാന്ന്, അല്ലെങ്കിൽ കമ്പനി വെച്ച് ഞാൻ കണ്ട എനിക്ക് പണി കിട്ടും. എന്നിട്ട് ഇവളും പറഞ്ഞിട്ട് വീട്ടിൽ പോകാൻ നോക്കുമ്പം അവളുടെ കൂട്ടുകാരാണെങ്കിൽ പോകാൻ സമ്മതിക്കാതെ ഒരു 10 മിനിറ്റ് ഇവളുടെ കൂടെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ആര്യാണ് 10 മിനിറ്റും കൊണ്ട് എന്തോടി സംഭവിക്കാമോ എന്ന് പറഞ്ഞ് അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും ഇതിന്റെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലെ ഒരു ഹാൻഡ്സമായ പയ്യനെ കണ്ടേന്ന് പറഞ്ഞ് അവനെ വീണ്ടും കാണാൻ വേണ്ടി ഇവളിപ്പോ വെയിറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ അവന് വേണ്ടി കാത്തിരിക്കാന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ സമയത്ത് അവൻ കടയിൽ കയറി പോകും. അതുകൊണ്ട് അവസാനം വരെ ഇവരെ അവനെ കാണത്തില്ല. എന്നിട്ട് അടുത്ത ദിവസം ഇവിടെ ടീമിന്റെ അപ്പൂപ്പനാണ് ഇവന്റെ കല്യാണം സ്വന്തം ഹോട്ടലിൽ വെച്ച് തന്നെ നടത്താന്ന് പറഞ്ഞ് അങ്ങേര് ഇപ്പൊ തന്നെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കുമ്പം അവനാണ് അതിനുമ്പ് അപ്പൂപ്പൻ ഇതൊക്കെ പ്ലാൻ ചെയ്തോന്ന് പറഞ്ഞ് ഇവ ആ കല്യാണം നടക്കാത്തതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവന്റെ അപ്പൂപ്പനും ഇവരുടെ കല്യാണം തീർച്ചയായിട്ടും നടക്കുമെന്ന് പറഞ്ഞ് എല്ലാ ഡേറ്റിനും പ്രശ്നം ഉണ്ടാക്കുന്ന ആ പെങ്കൊച്ച് ഇവനെ കണ്ടപ്പോ ഓക്കെ പറഞ്ഞത് ഇങ്ങേർക്ക് സന്തോഷം എന്ന് പറയും. അങ്ങനെ ആ സമയത്താണ് യങ്സെ ഇവന് മെസ്സേജ് അയച്ച് ഇവനെ പുറത്ത് കാണാൻ വിളിക്കുന്നത്. കാരണം അവള് തന്നെ നേരിട്ടെന്ന് ഈ കല്യാണം സത്യം പറഞ്ഞ് ക്യാൻസൽ ആക്കാൻ പോവുക. അങ്ങനെ അതുകൊണ്ട് ഹാരിയും മര്യാദയ്ക്ക് സംസാരിച്ച് ഈ പ്രശ്നമൊക്കെ തീർത്തോണെന്ന് പറഞ്ഞ് ഇവൾക്ക് വെറുതെ സീൻ ഉണ്ടാക്കലെന്ന് പറയും. അതുകൊണ്ട് അവളുടെ കൂട്ടുകാരിയും തീർച്ചയായിട്ടും ഞാൻ നിന്നെ കുറിച്ച് അവനോട് പറയത്തേ ഇല്ല, പുറത്തിരുന്ന ഒരു ആക്ട്രസിനെ വിളിച്ച് എനിക്ക് വരും പോകാൻ പറഞ്ഞെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നിന് ഇവരിവിടെ പക്കമായിട്ട് പ്ലാൻ ചെയ്ത് അവനെ റിജക്ട് ചെയ്യാൻ വേണ്ടി പോകും. ഇതേ സമയം ഇവൾ ഇന്ന് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് ടൈമുമാണ് ഇപ്പോഴാണ് ഇവന്റെ സൗന്ദര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് അവൾ ഇവനെ വായി നോക്കാൻ വരുമെന്ന് അവൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ സെക്രട്ടറിയോട് നല്ല റിജക്ട് ചെയ്തോണ്ട് അവൾ വീട്ടിൽ പോയി നല്ലോണം വിഷമിച്ച് കാണും. അതുകൊണ്ട് ഇന്ന് എന്നോട് വന്ന് കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നതെന്ന് ഇവൻ കുറച്ച് ഗമയെ കാണിച്ചിരിക്കും. പക്ഷെ അവന്റെ സെക്രട്ടറിയാണ് ഇത് വിശ്വസിക്കാതെ ഇന്നലെ നിങ്ങളെ കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് ഡൈനോസറിന്റെ ഫേസ് എന്നൊക്കെ കളിയാക്കിയിട്ട് പോയില്ലേ, ആ പെങ്കൊച്ച് ഇന്ന് കല്യാണം പറഞ്ഞുതരോ? എനിക്ക് വിശ്വാസമില്ല എന്നിന് ഇവനും പറയുമ്പം ടീമും കുറച്ച് ഷോക്കായി പിന്നെന്തിനാ അവൾ കാണാൻ വിളിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് സെക്രട്ടറിയും ഇപ്പൊ സത്യത്തിൽ ഇവനെ കാണാൻ ആ ഡൈനോസറിനെ കൂട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനും ദേഷ്യത്തി ഇനി മേലെ ആ ഡൈനോസറിന്റെ പേര് വിളിച്ചോല്ലെന്ന് പറഞ്ഞ് അവനെ പോകാൻ പറയും. അങ്ങനെ അതിനേശം ഇവിടെ കമ്പനി വെച്ച് ഹാരി അവളുടെ ടീം മെമ്പേഴ്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പെങ്കൊച്ചിന്റെ ഫോണിൽ മിൻഹോയുടെ നമ്പർ കാണും. അങ്ങനെ അവനിപ്പോ മറ്റവളെ ഫോൺ വിളിച്ചതുകൊണ്ട് അവള് കുറച്ച് ഷൈ ആയി ഒരാളെ കാണാൻ പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ഹാരിയാണ് ഷോക്കായിട്ട് മിൻഹയ്ക്ക് ഇവളും തമ്മിൽ എന്തോ ബന്ധം എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അവർ തമ്മിൽ സെറ്റായെന്ന് വിചാരിച്ച് ഇവള് പേടിച്ച് പുറേ ഫോളോ ചെയ്തു പോകും. അപ്പോഴാണ് അതേസമയം അവിടെ ഇവളുടെ ക്രഷ് മിൻഹോയും ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പെങ്കൊച്ചിനോട് സംസാരിച്ചുകൊണ്ട് ഒരു ഗിഫ്റ്റ് അവളുടെ കൊടുക്കും. അപ്പോഴാണ് ഇത് സൈഡിൽ നിന്ന് കാണുന്ന ഇവളാണ് ഇവർ തമ്മിൽ അത്രയ്ക്കും ക്ലോസ് ആയെന്ന് പറഞ്ഞ് ഇതൊക്കെ എപ്പോഴാന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവരാണ് ഇവളുടെ അടുത്തേക്ക് വരുന്ന മനസ്സിലാക്കും. അതുകൊണ്ട് അവളും ഇവളെ കണ്ട മൊത്തം നാണക്കേടെന്ന് പറഞ്ഞ് നൈസൻ അവരെ കാണാതെ അവിടെ നിന്ന് മുങ്ങും. അതിനേശം അവളും തിരിച്ചൊറ്റയ്ക്ക് പോകുമ്പം ഇവളിപ്പോ എന്തുവാ കാണിച്ചെന്ന് പറഞ്ഞ് അവൾക്ക് എന്നെ നാണക്കേടായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവളുടെ ഫ്രണ്ടിലാണ് ഇവളുടെ CEO ടൈമും അവിടേക്ക് നടന്നു വരും. അങ്ങനെ അതുകൊണ്ട് അവള് പേടിച്ച് ഇവനെ കണ്ട ഇതോടെ തീർന്നറിഞ്ഞ് അപ്പൊ തന്നെ അവള് സ്ഥലം വിടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇവളിങ്ങനെ ഓടുന്ന അവിടുന്ന് ടൈമും കണ്ടോണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവളാണ് ഓടുമ്പോ അവിടുത്തെ ആൾക്കാരൊക്കെ ഇടിച്ചിട്ട് ഇവളുടെ സ്ലിപ്പർ നേരെ പറന്ന് ടൈമുന്റെ തലയെ വന്ന് ഇടിച്ച് നിൽക്കും. അങ്ങനെ അത് കണ്ട് അവനാണ് ഈ ചെരുപ്പ് ആരാ ഇവന്റെ തലയെടുത്ത് എറിഞ്ഞെന്നറിഞ്ഞ് അവൻ അതെടുത്ത് ഇങ്ങനെ കൈവച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവിടെ ഹാരി മൊത്തത്തിൽ പേടിച്ചു പോയി മൊത്തത്തിൽ സീനായി പറഞ്ഞ് അവൾ അപ്പൊ തന്നെ അവിടെ നിന്ന് ഓടും. അതിനേശം അവനും ചെരുപ്പം കൊണ്ട് മുഖത്തെറിഞ്ഞിട്ട് നീ എവിടെ പോന്നിട്ടെന്ന് പറഞ്ഞ് അവളെ പുറയിട്ടങ്ങ് ഓട്ടിക്കും. അങ്ങനെ കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞ് ഇവളെ രക്ഷയോടെ നിറഞ്ഞിരിക്കുമ്പം അവനാണ് ഇവളെ വെറുതെ വിടാതെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നോണ്ടേയിരിക്കും. അതുകൊണ്ട് അവളും ജീവനും കൈ പിടിച്ചോണ്ട് അവസാനം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പം ഇവൾ എവിടെ പോയാലും അവൻ അവളുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് തരും. അതിനേശം അവന്റെ സെക്രട്ടറിയാണ് ഓടി ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ എന്തിനാ അവളെ ഫോളോ ചെയ്ത് പോന്നേന്ന് പറഞ്ഞ് അവനും തടഞ്ഞു നിർത്താനൊക്കെ നോക്കുമ്പം ടൈം അതൊന്നും കേൾക്കാതെ അവസാനം അവളെ ഫോളോ ചെയ്ത് അവൻ കറക്റ്റ് ലിഫ്റ്റ് വെച്ച് ലോക്ക് ചെയ്യും. അങ്ങനെ അതോടെ അവളാണ് മൊത്തത്തിൽ പെട്ടുപോയി ഇവന്റെ അടുത്ത് മുഖം കാണിക്കാതെ അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കും. അപ്പോഴാണ് അവനും ഈ സ്ലിപ്പർ ഇവളുടെ അല്ലെന്ന് പറഞ്ഞ് ഇവൾ എന്തിനാ എടുത്തെറിഞ്ഞെന്ന് ചോദിക്കുമ്പം അവളാണ് പേടിച്ചിട്ട് മനപ്പോറെ എടുത്തെറിഞ്ഞല്ല അറിയാതെ സ്ലിപ്പായി പോയതാന്ന് അറിയും. അതേസമയം അവനും ഇവളുടെ ID കാർഡ് കണ്ടിട്ട്
മിസ് ഷിൻഹാരി അറിയാതെ അടിച്ചാണെങ്കിലും എങ്കിൽ പിന്നെ എന്തിനെന്നെ കണ്ടിട്ട് ഓടിയ എന്നിന് അവൻ ഇവളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവളാണ് ഫേസ് കണ്ട ഡേറ്റിനൊന്ന് പെങ്കൊച്ചാന്ന് ഇവൻ കണ്ടുപിടിക്കുമെന്നറിഞ്ഞ് അവൾ ആ ടെൻഷനിൽ ഓടി വന്നെന്ന് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. പക്ഷെ അതൊന്നും പുറത്തറിയാതെ ഇവൾ പേടിച്ചിട്ട് അപ്പൊ സ്ഥലം വിട്ട് പോയതാന്ന് പറയുമ്പം അവന് പിന്നെ വലുതായിട്ട് മൈൻഡ് ചെയ്യാതെ ഇവളുടെ സ്ലിപ്പ് തിരിച്ചു കൊടുത്തിട്ട് ഇവളുടെ വർക്കൊക്കെ അവൻ കണ്ടിട്ടുണ്ട്, അതൊക്കെ അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറയും. അപ്പോഴാണ് അവൾ സന്തോഷിച്ച് ഇവൾ കഷ്ടപ്പെട്ട പുതിയ പുതിയ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് നൈസിന് ലിഫ്റ്റ് ഓപ്പൺ ആയ ഉടനെ അവൾ ഓടി സ്ഥലം വിടും. അങ്ങനെ അതിനുശേഷം ഹാരിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇപ്പൊ താഴെ എൻട്രൻസ് വെച്ച് ഏതോ ഒരു പെങ്കൊച്ച് സ്ലിപ്പറും കൊണ്ട് ബോസിനെ അടിച്ചിട്ടെന്ന് ആൾക്കാരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവളാണ് ചെറിയ നാണക്കേടതെല്ലാം കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മറ്റവളാണ് വന്നിട്ട് ഇവൾ കാണാൻ പോയ ചെറുക്കൻ ഇവളെ റിജക്ട് ചെയ്തെന്ന് പറയും. അപ്പോഴാണ് അവരൊക്കെ എന്തോറ്റെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം ഇവൾ ആദ്യം അവനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് ഒരു ഗിഫ്റ്റ് അവനറിയാതെ അവന്റെ കടയിൽ വെച്ചിട്ടെന്ന് പറയും. അങ്ങനെ അതിനവരിപ്പോ ഒരു ഗിഫ്റ്റ് കൊടുത്ത് ഇവളെ ഇഷ്ടമല്ലെന്ന് ഡീസന്റ് ആയിട്ട് പറഞ്ഞയച്ചെന്ന് പറയുമ്പം ഹാരി ഇത് കേട്ട് കുറച്ച് ആശ്വാസത്തി അവള് നൈസിന് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ യങ്സയും ഇന്ന് ഹാരിക്ക് വാക്ക് കൊടുത്ത പോലെ ടൈമോനെ കണ്ട് അവള് പ്രശ്നമെല്ലാം സോൾവ് ആക്കാൻ പോവുക. പക്ഷെ അപ്പോഴാണ് ഇവള് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയം നോക്കി വേറൊരു വണ്ടി വെച്ച് ഇടിച്ചിടുന്നത്. അങ്ങനെ അതുകൊണ്ട് അവളും പുറത്തിറങ്ങി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുമ്പം ആ വണ്ടിയുടെ ഡ്രൈവർ ഇവളുടെ ക്രഷാന്ന് മനസ്സിലാക്കും. അങ്ങനെ അതുകൊണ്ട് അവളും ഇവളറിയാതെ ഇടിച്ചിട്ടെന്ന് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് വല്ലോം ഡാമേജിന് പൈസയാണ് ഇവളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് കൊടുക്കും. അങ്ങനെ എങ്ങനെയൊക്കെ ഇവള് വിളിക്കണമെന്ന് പറഞ്ഞ് അവൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതേസമയം അവനാണ് ഇവളുടെ പേരാണോ യങ്സെ എന്ന് പറഞ്ഞ് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും അവളെ യങ്സെ എന്ന് പറഞ്ഞ് ഇത് വല്ലതും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം അവിടെ നിന്ന് ടൈമുമാണ് പ്രശ്നമുണ്ട്, കാരണം നീ യഥാർത്ഥത്തെ യങ്സയല്ല, എനിക്ക് മിസ് യങ്സയെ നല്ലോണം പരിചയമുണ്ട്, ഞങ്ങൾ ഇതിന് മുമ്പ് ഡേറ്റിന് പോയിട്ടുള്ളത് എന്നിന് ഇവനും പറയുമ്പം ഇത് കേട്ട് അവളാണ് പേടിച്ചിട്ട് അപ്പോ നീ ആയിരുന്നോ കങ് ടൈമു, നിന്റെ കൂടെ ആണല്ലേ ഞാൻ ഡേറ്റിന് വരേണ്ടിരുന്നത് എന്നിന് അവൾ അകത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് ഇവനോട് കാര്യമെല്ലാം വിശദീകരിച്ചു കൊടുക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവൾക്കോരം വന്ന് ആരാന്ന് പറഞ്ഞ് അവൻ ചോദ്യം ചെയ്യുമ്പം കൂട്ടുകാരാണ് പേടിച്ചിട്ട് ആര്യെ പാര വെക്കേണ്ടെന്ന് പറഞ്ഞ് അവളും പുറത്തിരുന്ന് ഒരു ആക്ട്രസിനെ വിളിച്ച് ഈ ജോലി ഏൽപ്പിച്ചാന്ന് പറയും. അല്ലാതെ അവളായിട്ട് ഒരു പരിചയമില്ലെന്ന് പറഞ്ഞ് ഇവള് നൈസിന് രക്ഷപ്പെടാൻ നോക്കുമ്പം അവനാണ് എങ്കിൽ പിന്നെ ഇവൾക്കോരം ഡേറ്റിന് വന്ന ആ പെങ്കൊച്ചിന്റെ സെയിം ബാഗ് ആണല്ലേ ഇവളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞ് ഇവര് ഫ്രണ്ട്സ് എല്ലാം ചോദിക്കുമ്പം ഇത് കേട്ട് യോങ്സയും ഇതേ സെയിം ബാഗോ, അവൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് വേറെ ബ്രാൻഡ്, ഇത് വേറെ എന്നിന് ഇവളിങ്ങനെ പറയുമ്പം അവനാണ് ചിരിച്ചിട്ട് അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് കറങ്ങിയിട്ടുണ്ട്, ഞാൻ വിചാരിച്ച് ഒരു പരിചയമില്ലെന്ന് എന്നിന് അവൻ മൊത്തത്തിൽ ഇവളെ ലോക്ക് ചെയ്ത ഉടനെ ഇവളാണ് പരിചയം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തോന്നറിഞ്ഞ് ഇവൾക്ക് ഈ കല്യാണത്തിനൊന്നും സമ്മതമല്ലെന്ന് പറയും. അതുകൊണ്ട് വീട്ടുകാരോടൊന്നും പറയാതെ ഇവൻ തന്നെ ഈ കല്യാണം നിർത്തി തരണം ചോദിക്കുമ്പം അവനും ഈ കല്യാണം നിർത്തണമെങ്കിൽ ഇവൾക്ക് വരും ഡേറ്റിന് വന്ന് ആ പെങ്കൊച്ചിനെ നേരിട്ട് വിളിച്ചോണ്ട് വരാൻ പറയും. എന്നാ മാത്രമേ അവൻ ഈ കാര്യം വെറുതെ എടുത്തുള്ളൂ. അങ്ങനെ അതിനുശേഷം ടൈമുന്റെ സെക്രട്ടറിയും അപ്പൊ ഇവളായിരുന്നു യങ്സെ എന്ന് പറഞ്ഞ് അവളെ കുറിച്ച് ആലോചിച്ചോണ്ട് അവൻ വീടിനകത്ത് കയറി ചെല്ലുമ്പം ഇവന്റെ വീട് വൃത്തിയാക്കാൻ വേണ്ടി ഇന്ന് ടൈം അവിടെ കാണും. കാരണം അവന്റെ സ്ട്രെസ്സൊക്കെ കളയാൻ വേണ്ടി എപ്പോഴും ഇവന്റെ വീട് വന്ന് വൃത്തിയാക്കുന്ന അവന്റെ പണി. അങ്ങനെ അതിനുശേഷം അവന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടായി കൊടുക്കുമ്പം ഇവന്റെ സെക്രട്ടറിയും ഇങ്ങനത്തെ ദേഷ്യം കുറയ്ക്കുന്ന വ്യക്തിയെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയും. അപ്പോഴാണ് ടൈമും ഇപ്പോഴും ദേഷ്യം കുറഞ്ഞിട്ടില്ല, വേറൊരു പെങ്കൊച്ചായിട്ട് ഡേറ്റ് പോയി ഇവന്റെ സമയം മൊത്തത്തിൽ വേസ്റ്റ് ആയി പോയി പറയും. കൂടാതെ ഫേക്ക് ആയിട്ട് വന്നിട്ട് അവള് ഇവനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞെന്ന് പറഞ്ഞ് ആർക്കിയോപെട്രിക്സ് എന്നൊരു ഡൈനോസറിന്റെ പേരൊക്കെ പറഞ്ഞ് ഇവനെ കളിയാക്കിയതുകൊണ്ട് അവൻ അവളെ വെറുതെ വിടാൻ തീരുമാനിക്കത്തില്ല. അതേസമയം ഇവിടെ ഇതൊന്നും അറിയാതെ ഹാരിയാണ് സമാധാനത്തെ അവളുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് രാവിലെ തന്നെ അവളുടെ കൂട്ടുകാരിയും പ്രശ്നമെല്ലാം സോൾവ് ആയിടിയെന്ന് പറഞ്ഞ് ഇവളോട് സത്യം പറയാതെ അവളും മറച്ചു വെച്ചോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഹാരിയും വിളിച്ചോണ്ട് പുറത്തോട്ട് പോയി പ്രശ്നം സോൾവ് ആയതുകൊണ്ട് രണ്ടുപേർക്കും കറങ്ങാന്ന് പറഞ്ഞ് ഇവൾക്ക് കുറെ വില കൂടിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കും. പക്ഷെ അവളുടെ കൂട്ടുകാരിയുടെ ഉദ്ദേശം ഇവളെ വീണ്ടും അവന്റെ ഫ്രണ്ട് ചെന്ന് നിർത്താനാ, കാരണം എന്നാലേ അവൻ ഈ കല്യാണം നിർത്തത്തുള്ളൂ എന്ന് പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് ഇവളുടെ ഗെറ്റപ്പ് എല്ലാം വീണ്ടും പഴയതുപോലെ ചേഞ്ച് ചെയ്തിട്ട് ഒരു കടയിലേക്ക് വിളിച്ചോണ്ട് വരുമ്പം ഹാരിയാണ് ഇത്രയും പൈസയൊക്കെ എന്തിനായിട്ട് ചെലവാക്കിയെന്ന് പറഞ്ഞ് അവൾ ഒന്നും അറിയാതെ അവിടെ പാവമായിട്ടിരിക്കും. അപ്പോഴാണ് അവസാന നിമിഷം അവളുടെ കൂട്ടുകാരിയും ഇപ്പം പറയാൻ പോകുന്ന നല്ലോണം കേട്ടോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവളെ കാണാൻ വേണ്ടി ഇവളുടെ ബോസ് ടൈം വരാൻ പോകുന്ന പറയും. അതോടെ അവളാണ് പേടിച്ച് അവൻ എന്തിന് വരണം ചോദിക്കുമ്പം കൂട്ടുകാരിയാണ് ഇവൾ അവസാനമായിട്ടൊന്ന് കണ്ടാൽ മാത്രമേ ഈ കല്യാണം നിർത്തത്തുള്ളൂ എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവളെ കുറിച്ചൊരു സത്യം അറിയണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സോറി പറഞ്ഞ് ഈ പ്രശ്നം സോൾവ് ആക്കാൻ പറയുമ്പം ഹാരിയാണ് മൊത്തത്തിൽ പേടിച്ചു പോയി ഇത് നേരത്തെ പറഞ്ഞുകൂടെയെന്ന് പറഞ്ഞ് അവളിവിടെ പെട്ടുപോയിരിക്കും. അതിനേശം അവളുടെ കൂട്ടുകാരിയും വിഗൊക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടോന്ന് പറഞ്ഞ് അവൾ നൈസിന് അവിടെ നിന്ന് പോകും. അതിനേശം ഹാരിയും നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി നോക്കുമ്പം കറക്റ്റ് ആ സമയം തന്നെ ടൈം വരും. അതോടെ ഇവളാണ് ഇപ്പൊ ഈ കോലത്തിൽ കണ്ടാലും ഇവള് പെട്ടുവെന്ന് പറഞ്ഞ് നൈസിന് അവളുടെ കൂട്ടുകാരി എന്നാ വിഗ് എടുത്ത് അങ്ങിടും. അങ്ങനെ ആ സമയം ഇവളുടെ ഹാൻഡ് ബാഗ് ഇരുന്ന് ഇവളുടെ ഫാമിലി കടയുടെ വിസിറ്റിംഗ് കാർഡൊക്കെ തെറിച്ചു പോകുമ്പം അവിടേക്ക് ഇരുന്ന് ടൈമാണ് ആ കാർഡ് എടുത്ത് വായിച്ചു നോക്കും. എന്നിട്ട് അവന് സമാധാനത്തിൽ ഇവള് ചിക്കൻ കടയിലാണോ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അവളാണ് അത് അവള് ജോലി ചെയ്യുന്ന കടയൊന്നുമല്ല, അത് അവളുടെ വീട്ടുകാരുടെ കടയാന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവള് പേടിച്ച് ഇനിയിപ്പോ വീടും അറിഞ്ഞ് ഇനി എന്തോ ചെയ്യാമോന്ന് പറഞ്ഞ് അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പം അവനാണ് ഇവള് ചെയ്യുന്നതിന്റെ വില എത്രാന്ന് ചോദിക്കും. അതുകൊണ്ട് അവളും ചിക്കന്റെ വിലയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവനാണ് ദേഷ്യത്തി ചിക്കന്റെ വിലയല്ല, നീ ഫേക്കായിട്ട് ഇങ്ങനെ
ഇങ്ങനെ യോങ്സായിട്ട് അഭിനയിച്ചില്ലേ, അതിന് എത്ര വാങ്ങിച്ചെന്നാ ചോദിച്ചത്. എന്നിട്ട് ഇവനും ദേഷ്യപ്പെട്ടിരിക്കുമ്പം അവളാണ് അത് മനസ്സിലാക്കി ആദ്യമേ അവൾ ഈ പണി ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷെ അവളുടെ കൂട്ടുകാർ ഫോഴ്സ് ചെയ്തോണ്ട് അവളങ്ങ് വന്നു പോയതാന്ന് പറയും. അങ്ങനെ ഒരു 8,000 തന്നെന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് നല്ല കലിപ്പ് വന്നിട്ട് വെറും 8,000 വേണ്ടി ഇവനെ പറ്റിക്കാൻ നോക്കിയോ ചോദിക്കും. അപ്പോഴാണ് അവളും ആ പൈസ അവൾക്ക് വലുതാന്നറിഞ്ഞ് കുറച്ച് കടത്തിലായതുകൊണ്ട് ഈ ജോലി അങ്ങ് ഏറ്റെടുത്താന്ന് പറയും. അതുകൊണ്ട് വെറുതെ ഇവന്റെ സമയം വേസ്റ്റ് ആക്കിയതിന് അവളെ കൊണ്ട് പറ്റുന്ന സഹായം തിരിച്ചിവന് ചെയ്യാന്ന് പറയും. അങ്ങനെ പൈസയോ അല്ല ഗിഫ്റ്റോ തന്ന് ഇവന്റെ കൂടെ സമാധാനാകാൻ പറ്റത്തില്ലെന്ന് അവൾക്കറിയാം. അങ്ങനെ അതുകൊണ്ട് അതല്ലാതെ ഇവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്തുതരാന്ന് പറയുമ്പം അവനാണ് എല്ലാം കേട്ടിരുന്നിട്ട് ഇവനെ കണ്ട് ഏത് രീതിയില ആ ഡൈനോസറിനെ പോലെ ഉള്ളേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അപ്പൊ ഇത് കാരണമാണോ ദേഷ്യത്തിലുള്ളതെന്ന് പറഞ്ഞ് അവൾക്ക് ചുമ്മാ തോന്നിയത് പറഞ്ഞെന്ന് പറഞ്ഞ് ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തൊന്ന് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് അവനും ദേഷ്യത്തിൽ ചുമ്മാ നിനക്ക് തോന്നേക്ക് നീ വിളിക്കോ, ഇതുവരെ എന്നെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല, കൂടാതെ നീ അത് പെട്ടെന്ന് പറഞ്ഞോണ്ട് എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, അല്ലെ ഞാനും തിരിച്ചാക്കി വിട്ടേനെ എന്നിന് ഇവൻ പറയുമ്പോ തന്നെ ഇവൾക്ക് മനസ്സിലായി ഇവന്റെ ദേഷ്യം അവൻ ആ പേരും കൊണ്ട് കളിയാക്കി വിളിച്ചതുണ്ടാ, അല്ലാതെ ഇവനെ പറ്റിച്ചതുണ്ടെന്നല്ലെന്ന്. അതിനേശം അവളും ഇനി വീട്ടിൽ ചെന്ന് കടയൊക്കെ നോക്കണമെന്ന് പറഞ്ഞ് അവള് പോകട്ടേന്ന് ചോദിക്കുമ്പം ഇവനാണ് അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇനി എപ്പം വിളിക്കുന്നോ ആ സമയത്തേക്ക് ഇവന്റെ ഫോൺ എടുക്കാൻ വേണ്ടി പറയും. ഒരു രക്ഷപ്പെടാനോ അല്ലെ കോൾ എടുക്കാതെ ഇരുന്ന പിന്നെ ഇവളുടെ വീട്ടിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞ് അവൻ അവളെ പേടിപ്പിക്കും. എന്നിട്ട് അവനും ഇവളുടെ യഥാർത്ഥത്തെ പേരെന്തോന്ന് ചോദിക്കുമ്പം ഇവളാണ് ഷിൻഹാരി എന്ന് പറഞ്ഞ് പറയാൻ വേണ്ടി വരും. പക്ഷെ അത് പറഞ്ഞ പിന്നെ ഇവൻ കണ്ടുപിടിക്കല്ലോ എന്ന് പറഞ്ഞ് അവളും വേറെ എന്തെങ്കിലുമൊക്കെ പേര് ആലോചിച്ചിട്ട് അവളുടെ പേര് ഗുംഹിയ എന്ന് പറയും. അപ്പോഴാണ് അവനും ആദ്യം അവളുടെ പേര് ഷിൻ എന്ന് കേട്ടോണ്ട് ഷിൻ ഗുംഹി എന്ന് പറഞ്ഞ് അവൻ അങ്ങ് സേവ് ചെയ്ത് വെക്കും. അങ്ങനെ അതിനുശേഷം ടൈം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഇവന്റെ അപ്പൂപ്പനാണ് യോങ്സയായിട്ട് സംസാരിച്ച് കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവളെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് അപ്പൂപ്പൻ അവളെ മറന്നേക്കെന്ന് പറഞ്ഞ് അവ റൂമിലേക്ക് കയറി ചെല്ലും. അങ്ങനെ ആ സമയത്താണ് ഇങ്ങനെ കാണുന്ന ഡ്രാമയ്ക്കകത്ത് അതിലെ ഹീറോയും എനിക്ക് വേറെ ആരും ഇഷ്ടമല്ല, എനിക്ക് ഷിൻ ഗുംഹിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ഇവന്റെ ലൈഫ് സ്റ്റോറി അവളുടെ ഡ്രാമയായിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ കണ്ട് ഇവന്റെ അപ്പൂപ്പനാണ് ഒരു ഫ്രൈഡ് ചിക്കൻ കട വെച്ചേക്കുന്ന പെങ്കൊച്ചിന് വേണ്ടി ഇവനൊരു പെണ്ണുമ്പിള്ളയുടെ നടിയൊക്കെ വാങ്ങിച്ചല്ലോ എന്ന് പറഞ്ഞ് അങ്ങേര് കൂളായിട്ട് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അതിനേശം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഹാരിയാണ് ഇവൾക്ക് എന്തിനാ ആ പേര് പെട്ടെന്ന് പറയാൻ തോന്നിയെന്ന് പറഞ്ഞോണ്ട് ഇവളുടെ കൂട്ടുകാരി ഫോൺ വിളിച്ചു നോക്കും. പക്ഷെ ഫോണാണ് റീച്ച് ആവത്തില്ല. അതുകൊണ്ട് കട്ടക്കലിപ്പി ഇവളിനി നേരിട്ടേണ്ട വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് അവളിപ്പോ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പം ഇവളുടെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി അവളുടെ കൂട്ടുകാരി ഇവൾക്ക് വരെ വർക്ക് ചെയ്തോണ്ടിരിക്കും. അതോടെ ഹാരിയാണ് ദേഷ്യത്തി ഓടിച്ചെന്ന് അവളെ പിടിച്ചു നിർത്തി എന്തുവടി കാണിച്ചു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് അവളെ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ആ സമയത്താണ് ഇവളുടെ അനിയൻ അവിടേക്കൊന്ന് ഹാരിയെ പിടിച്ച് മാറ്റി നിർത്തുന്നത്. എന്നിട്ട് അകത്ത് വെച്ച് കൂട്ടുകാരിയും ഇവൾ മനഃപൂർവ്വം ഫോൺ എടുക്കത്തില്ല, ചാർജില്ലാതെ ഓഫായി പോയതാണെന്നറിയും. അപ്പോഴാണ് ഹാരിയും ഇവൾക്ക് ആ സമയത്ത് ആ പേര് പറയാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഇവളുടെ യഥാർത്ഥത്തെ പേര് പറഞ്ഞ് ഇവളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്നറിയും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും എന്തായാലും അവന്റെ കമ്പനിയിലെ ജോലി ചെയ്യുന്നതെന്ന് അവൻ അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പം ഹാരിയാണ് ദേഷ്യത്തി അത് അറിഞ്ഞില്ലേലും ഇവളുടെ വീട് ഇപ്പൊ അവൻ അറിയാന്ന് പറഞ്ഞ് അത് സീനെല്ലാം ചോദിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയാണ് നീ എന്തിനാണ് ഈ വിസിറ്റിംഗ് കാർഡ് കൈവച്ചോണ്ട് പോയ വണ്ടി എന്ന് പറഞ്ഞ് ഇവളെ വഴക്കുറയുമ്പം ഹാരിയും ദേഷ്യത്തി എടി നീ കാരണം ഇതൊക്കെ സംഭവിച്ചേ, നീ എന്നെ വഴക്കുറയുന്ന എന്നിനെ വീണ്ടും ഇവ തമ്മിൽ അടിയാമം. അവിടേക്ക് വന്നിട്ട് അവളുടെ അമ്മയും ഒരു കൂട്ടുകാരിയെ നീ അടിച്ച് കൊല്ലാൻ നോക്കുന്നോടി എന്ന് പറഞ്ഞ് അവളെ വഴക്കുറയും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും അതൊന്നും കുഴപ്പമില്ല ആന്റി, എന്റെ കൂട്ടുകാരല്ലേ എന്നെ അടിക്കുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിന് അവളും പാവമായിട്ട് ഇങ്ങനെ കാണിക്കുമ്പം അവസാനം അമ്മയുടെ അടി വാങ്ങിച്ചു വിടുന്ന ഹാരി ആയിരിക്കും. അതിനേശം പുറത്തേക്ക് വന്നിട്ട് ഇവളുടെ അമ്മയാണ് ഇത്ര ദേഷ്യമുള്ള ഹാരിയെക്കാളും പാവപ്പെട്ട യോങ്സെ മകളായിട്ട് ജനിച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പറയുമ്പം അടുത്തിരുന്ന അനിയനും മകളായിട്ട് ജനിച്ചില്ലെങ്കിലും ഒരു മരുമകളാക്കി അവനാക്കി തരാന്ന് പറയും. അതോടെ അവന്റെ അമ്മയും ഇവൻ അവൾ തിരിഞ്ഞൊരു നോക്കത്തില്ലെന്ന് അവനെ മൊത്തത്തിൽ അങ്ങ് ഡാമേജ് ചെയ്യും. അതിനുശേഷം പാതിരാത്രിക്ക് ഇവിടെ ടൈമുമാണ് ടി വി കണ്ടോണ്ടിരിക്കുമ്പം ലവൾ ഇവനെ പേര് വെച്ച് കളിയൊക്കെ ആ ഡൈനോസറിനെ കുറിച്ച് ഇപ്പൊ ന്യൂസിനകത്ത് പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതോടെ അവനാണ് ആള് കത്തിയിട്ട് അപ്പൊ തന്നെ അവളെ ഫോൺ വിളിക്കുമ്പം അവൾ ഈ സമയത്ത് ആരാന്ന് പറഞ്ഞ് ഫോൺ എടുക്കും. അപ്പോഴാണ് അവനും മിസ് ഷിൻഗുംഹി എന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പം ഇവളാണ് അതൊക്കെ ആരാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ പിന്നീട് മനസ്സിലാന്ന് വിളിച്ചത് ഇവനാണെന്ന്. അങ്ങനെ അതുകൊണ്ട് അവള് പേടിച്ചിട്ട് ഈ പാതിരാത്രിക്ക് എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവനാണ് ഉറങ്ങിയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അതോടെ ഇവളാണ് ദേഷ്യത്തി ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചിട്ട് ഉറങ്ങിയോ ഇല്ലെന്ന് അവൻ അറിയണമെന്ന്, ഇനി ഞാൻ എങ്ങനെ ഉറങ്ങോടാ, ഇവനെന്തോ പ്രാന്താണോ ഏതിന്. അവസാനം ഇവൾക്കാണ് ഇപ്പൊ ഉറക്കം വരുത്തില്ല. ഇതേ സമയം അവനും ആരെ നോക്കിയ ആർക്കിയോ പെട്രിക്സ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഉറങ്ങാതെ കഷ്ടപ്പെടാൻ പറയും. അതിനേശം ഇവിടെ അടുത്ത ദിവസം ടൈമുമാണ് അവന്റെ സെക്രട്ടറിയോട് ഇന്ന് എത്ര മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനാണ് പറയും ഇന്നത്തെ മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്യിപ്പിച്ച് ഇവന്റെ അപ്പൂപ്പൻ കുറെ ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാന്ന്. അങ്ങനെ അതുകൊണ്ട് അതിനിപ്പോ ഇവന് പോയേ പറ്റത്തുള്ളൂ.
കാരണം അങ്ങേർക്ക് വാക്ക് കൊടുത്തയാ. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും ഉള്ള മീറ്റിംഗ് എല്ലാം കളഞ്ഞ് ഒരൊറ്റ ദിവസം കൊണ്ട് 10 കണക്കിന് ഡേറ്റിന് പോകും. അങ്ങനെ കണ്ട എല്ലാ പെമ്പിള്ളാരെയും ഇവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, കാരണം അവരെല്ലാം ഇവന്റെ പൈസയുടെ പുറയില. അങ്ങനെ അതിനുശേഷം അവനും മൊത്തത്തിൽ ടയേർഡായി. ഒരു ദിവസം കൊണ്ട് ഇത്രയും ഡേറ്റിന് പോയ ഒരു വ്യക്തി നീ കണ്ടിട്ടുണ്ടോ എന്ന് സെക്രട്ടറിയോട് ചോദിക്കുമ്പം അവനാണ് കുറച്ച് ചിരിച്ചോണ്ട് അതിപ്പോ നേരിട്ട് കണ്ടോണ്ടിരിക്കുമല്ലോ എന്നറിഞ്ഞ് ഇവനെ നോക്കി പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവനും കളിയാക്കിയതൊക്കെ മതി, ഇനിയിപ്പോ വീട്ടിൽ പോകാൻ അവൻ പറയുമ്പം ഇവന്റെ സെക്രട്ടറിയാണ് വീട്ടിൽ പോകാനൊക്കെ വരട്ട്, കാരണം നമ്മുടെ ഡേറ്റ് ഇതുവരെ അവസാനിച്ചില്ലെന്ന് പറഞ്ഞ് അടുത്തായിട്ട് ഇവനെയും വിളിച്ചോണ്ട് വേറെ പെണ്ണിനെ കാണാൻ വേണ്ടി ചെല്ലും. അതുകൊണ്ട് ടീമുമാണ് ഇതൊക്കെ എപ്പോഴാണ് അവസാനിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവന്റെ ശ്വാസം മൊത്തത്തിൽ പോകും. അങ്ങനെയുള്ള എല്ലാ ഡേറ്റിനും പോയിട്ട് ഇവൻ തിരിച്ച് കമ്പനിയിലേക്ക് വരുമ്പം ഇവന്റെ അപ്പൂപ്പനാണ് ഡേറ്റ് ഒക്കെ എങ്ങനെ പോയി ചോദിക്കും. അപ്പോഴാണ് അവനും മൊത്തത്തിൽ വെറുത്ത് ഒരു ദിവസം കൊണ്ട് ഇത്രയും പെങ്കൊച്ചിനെ ആരെങ്കിലും ചെന്ന് കാണുമോന്ന് പറഞ്ഞ് അവനും കുറച്ച് ദേഷ്യത്തിലൊക്കെ സംസാരിക്കുമ്പം ഇവന്റെ അപ്പൂപ്പനാണ് കൂളായിട്ട് ഈ കണ്ട പെമ്പിള്ളേർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്കിൽ പിന്നെ വേറെ കുറെ ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അത് കാണിക്കട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവനാണ് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങേരെ അടങ്ങിയിരിക്കാൻ പറയുമ്പം അവന്റെ അപ്പൂപ്പനും ആദ്യം കണ്ട് യങ്സെ ഇഷ്ടമെന്ന് പറഞ്ഞ് നീ കല്യാണം കഴിക്കാൻ വരെ പോയി, അത്രയും കൊതിപ്പിച്ചിട്ട് ഇപ്പൊ നീ പിന്മാറിയ പിന്നെ എന്റെ വിഷമം നിനക്ക് മനസ്സിലാത്തില്ല. അതുകൊണ്ട് നിന്റെ വാക്ക് നീ മറക്കാതെ അടുത്ത ലിസ്റ്റും കൂടെ പോയി നോക്ക്, ഇതിലൊരു 20 പേരുണ്ട്, അതിലും ഓക്കെ അല്ലേ പിന്നെയും നോക്കാം ഞാൻ. എന്നിന് അങ്ങേര് ഫയൽ കൊടുത്തിട്ട് പോകുമ്പം ഇവനാണ് പേടിച്ചിട്ട് അവനൊരു പെങ്കൊച്ചിനെ സ്നേഹിക്കുമെന്നൊരു കള്ളം പറയും. അങ്ങനെ അതോടെ അവന്റെ അപ്പൂപ്പനും നിനക്ക് ഒരാൾ ഇഷ്ടമെന്നോ, 24 മണിക്കൂർ ജോലിയെ നിനക്ക് എവിടെ സമയം കിട്ടിയ. എന്നിന് അവന്റെ അപ്പൂപ്പനും ചോദിക്കുമ്പം അവനാണ് എന്തോറാണെന്നറിയാതെ ആ പെങ്കൊച്ചിന് വേണ്ടി ഇവ സമയമൊക്കെ ഒതുക്കിയായിരുന്നു പറയും. അങ്ങനെ അതുകൊണ്ട് അവളെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളെന്ന് അവനിപ്പോ വാശി പിടിക്കുമ്പം ഇത് കേട്ട് അങ്ങേര് സന്തോഷത്തി അങ്ങനെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആദ്യമേ പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ വെറുതെ എന്തിനാ നിനക്ക് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്, കൂടാതെ യോങ്സയെ കല്യാണം കഴിക്കുന്ന കള്ളവും പറഞ്ഞു, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. എന്നിന് അങ്ങേരും ചോദിക്കുമ്പോഴാണ് അവനാണ് ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ആയി, അതുകൊണ്ട് ഈ ഇടയ്ക്ക് വീണ്ടും ഒന്നേർന്നെന്ന് പറഞ്ഞ് അവൻ ആ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയും. അങ്ങനെ ഇതെല്ലാം കേട്ട് ഇവന്റെ അപ്പൂപ്പനും ഇവൻ പറയുന്ന കൊള്ളയാണെന്ന് പറഞ്ഞ് സെക്രട്ടറിയോട് ചോദിക്കുമ്പം അവനാണ് അവന്റെ ബോസിനെ ചതിക്കാതെ കൊള്ളയാന്ന് അവനും കൂടെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഇവന്റെ അപ്പൂപ്പനും എങ്കിൽ പിന്നെ ആ പെങ്കൊച്ചിനെ നേരിട്ട് ഒരു ദിവസം കാണാൻ വേണ്ടി വിളിക്കുമ്പം അവന് ആശ്വാസത്തി എങ്കിൽ പിന്നെ ഇനി വേറെ ഡേറ്റിനൊന്നും പോകണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അപ്പൂപ്പനും ഒരു പെണ്ണുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഡേറ്റിന് പോകുന്നത്, എങ്ങനെയൊക്കെ നിന്റെ ഒരു കല്യാണം നടന്നാൽ മതി എന്നതിന് അങ്ങേര് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷം അവന്റെ സെക്രട്ടറിയാണ് ഇത്രയും തള്ളൊക്കെ തള്ളിയിട്ട് ഏത് പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം അവന്റെ ബോസാണ് കൂളായിട്ട് അതിന് ഈ പ്രശ്നമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് നമ്മുടെ മേഡം ഇല്ലേന്ന് പറഞ്ഞ് അവൻ അപ്പം തന്നെ ഷിൻഹാരിയെ ഫോൺ വിളിക്കും. അങ്ങനെ അതുകൊണ്ട് അവള് പേടിച്ച് കല്യാണമൊക്കെ നിർത്തിയിട്ട് ഇവൻ എന്തിനാ വിളിക്കുന്നതെന്ന് പറഞ്ഞ് അവള് പേടിച്ചൊക്കെ എടുക്കുമ്പം അവനാണ് വർക്ക് കഴിഞ്ഞിട്ട് ഇന്ന് ഇവളെ വൈകിട്ട് മീറ്റ് ചെയ്യണമെന്ന് പറയും. അതുകൊണ്ട് ഇവളെ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അവളാണ് പേടിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം അത് കുറച്ച് ദൂരെ, അതുകൊണ്ട് എനിക്ക് വരാനൊക്കെ ലേറ്റാ എന്നിന് ഇവള് റീസൺ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമ്പം അവനാണ് ജപ്പാനൊന്നല്ലല്ലോ, ഞാൻ ഒരു ദിവസം ജപ്പാനിലൊക്കെ പോയിട്ട് വരുന്നത്, ഒരേശം നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, നിന്റെ വീട്ടിൽ ചെന്ന് നമുക്ക് സംസാരിക്കാം എന്നിന് അവൻ പറഞ്ഞ ഉടനെ ഇവളാണ് പേടിച്ചിട്ട് അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് ജോലി സ്ഥലത്തിന്റെ അടുത്ത് വെച്ചെന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് ഇവളും കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് അവസാനം അവനെ കാണാൻ വേണ്ടി അത്രയും ദൂരം യാത്ര ചെയ്തു പോകും. അപ്പോഴാണ് ആ സമയത്ത് അവനാണ് വിളിച്ചിട്ട് ഇവൻ എപ്പോഴും എത്തി, ഇവളെത്താൻ ഇത്ര ലേറ്റ് ആണെന്ന് പറഞ്ഞ് ഇവൾ എന്ന് ഈ കടയിൽ തന്നെയാണോ കോഫി കുടിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അതെന്തോ അങ്ങനെ ചോദിക്കുന്നത്, ഞാൻ എപ്പോഴും ഇവിടെ തന്നെയാ കോഫി കുടിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് മീറ്റ് ചെയ്യാം. എന്നിന് അവള് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ അവനെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലും. പക്ഷെ ഇവൾക്കോലും അറിയത്തില്ല ഇവൾ പറഞ്ഞ ആ കട ഏതാന്ന്. അങ്ങനെ അതിനുശേഷം നേരിട്ട് നോക്കുമ്പോഴാണ് ഇവൾ അറിയാൻ വരുന്ന ഇത് കോഫി ഷോപ്പ് ഒന്നല്ല ചിൽഡ്രൻസ് പാർക്കാന്ന്. അങ്ങനെ ഒരു പയ്യൻ ഓടി വന്ന് ഇവൾ അമ്മയെന്ന് വിളിക്കുമ്പം അവള് ഞാനൊന്നല്ല അമ്മയെന്ന് പറഞ്ഞ് ആ പയ്യൻ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കും. എന്നിട്ട് അവളും ഈ ഒരു വൈബ് അവൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് ഓരോ റീസണും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവനാണ് ഈ സ്ഥലത്ത് ഇവൻ പറയാൻ വന്ന കാര്യം പറയുന്ന കുറച്ച് മോശമായിരിക്കും എന്നറിഞ്ഞ് ഇവളെ കല്യാണം കഴിക്കാൻ അവൻ തീരുമാനിച്ചെന്ന് പറയും. അതോടെ അവളാണ് പേടിച്ചിട്ട് എന്നെ കല്യാണം കഴിക്കാൻ വീണ്ടും നീ തീരുമാനിച്ചോ, എന്നെ കണ്ടപ്പോ അല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഒന്നുമില്ല എന്നിന് അവളും അത് ടെൻഷൻ ആകുമ്പം അവനാണ് കൊള്ളാം നിന്നെ എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് കൂടുതലൊന്നും സന്തോഷിക്കണ്ട, നമ്മൾ തമ്മിൽ യഥാർത്ഥത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്നല്ല, നമ്മൾ കല്യാണം കഴിക്കുന്ന പോലെ ചുമ്മാ ആക്ട് ചെയ്യണം എന്നിന് അവനും പറഞ്ഞ ഉടനെ ഇവളാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചുമ്മാതെ ഇവളിപ്പോ ഇവൻ ഫ്രോഡ് എന്ന് പറഞ്ഞ് വിളിക്കുക, ഇനി ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടൊന്നും ഇവളെ കൊണ്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവൻ ഈ ഒരു അവസ്ഥയിൽ ഇവളെ വിട്ടാലും വേറെ ആരും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ ഇവളെ കൊണ്ട് ഇപ്പൊ പറ്റത്തുള്ളെന്ന് പറയും. അതുകൊണ്ട് ഇവൾക്ക് ആ സഹായം ഇപ്പൊ ഇങ്ങനെ ചെയ്താല് അവൻ ക്ഷമിക്കത്തുള്ളെന്ന് പറയുമ്പം അവളാണ് കുറെ ആലോചിച്ച് നോക്കിയിട്ട് എന്തായാലും അവളെ കൊണ്ട് ഇനിയും കള്ളങ്ങൾ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോകും. അപ്പോഴാണ് അവനും മറ്റവള് 8,000 അല്ലേ പറഞ്ഞ, ഞാനത് ഡബിൾ ആക്കാം എന്നിന് ഇവൻ പറഞ്ഞ ഉടനെ അവള് മൊത്തത്തിൽ അങ്ങ് ഞെട്ടിപ്പോകും. അപ്പൊ അവനെ അടുത്തേക്ക് വന്നിട്ട് ഇവന്റെ അപ്പൂപ്പനെ ഓരോ പ്രാവശ്യം ഇവള് കാണുമ്പോ അവൻ പൈസ തന്നോണ്ടേയിരിക്കും പറയും. അങ്ങനെ അപ്പൂപ്പൻ ഇവളെ കുറെ പ്രാവശ്യം കാണാൻ വിളിക്കും പറഞ്ഞ് ഇവൾക്ക് ആ സമയം കൊണ്ട് കുറെ പൈസ ഉണ്ടാക്കാന്ന് പറയുമ്പം ഇത് കേട്ട് അവളും ഇത്രയും പൈസ ഇങ്ങനെ ലക്കിനടിക്കുമ്പോ ആരെങ്കിലും മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവളുടെ കുടുംബത്തിന്റെ കടമൊക്കെ ആലോചിച്ചിട്ട് അവസാനം അവന്റെ കൂടെ കാറിൽ പോകുമ്പോഴും ഇവൾ ഓക്കെ പറയണ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും, കാരണം ഇവളുടെ കമ്പനിയിലെ ബോസും കൂടെയാ. അങ്ങനെ അതിനുശേഷം അവൻ അവളെ വീട്ടിൽ കൊണ്ടാക്കുമ്പം ഇവളുടെ തീരുമാനം എന്തോ ചോദിക്കുമ്പം അവൾ ആലോചിച്ചിട്ട് പറ്റത്തില്ലെന്ന് പറയും. പക്ഷെ
പക്ഷെ അവനാണ് ഇവളൊരു സഹായം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിന്മാറുവാണെന്ന് പറഞ്ഞ് ഇവള് പറഞ്ഞൊക്കെ ചുമ്മാതാണെന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം വീട്ടിൽ അപ്പൂപ്പനും അയാൾ എപ്പോഴും കാണുന്ന ഡ്രാമ കണ്ടിട്ട് ഇവന്മാര് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും വില്ലനായിട്ടാണ് കാണിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് സഹിച്ചൊക്കെ അത് കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ടൈം വന്ന ഉടനെ ഇവന്റെ ഗേൾഫ്രണ്ടിനെ എന്നാ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് അവളോട് ചോദിച്ചോൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഇതുവരെ അവളൊന്നും പറയാത്തോണ്ട് അവനാണ് പെട്ടെന്ന് തന്നെ അപ്പൂപ്പനെ കാണുന്നറിഞ്ഞ് അവിടെ നേരെ വീണ്ടും അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അതിനുശേഷം അവന് ഫോൺ വിളിച്ച് ഇവളുടെ വീട്ടിന്റെ പുറത്തേക്ക് വരാൻ പറയുമ്പം ഇവളാണ് ജനാലോലി നോക്കിയിട്ട് ഇവൻ ഈ സമയത്ത് ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളാണ് കിടന്നുറങ്ങിയെന്ന് പറയും. അപ്പോഴാണ് അവനും ലൈറ്റ് ഇട്ടിട്ടാണ് കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞ് ഇവൾ വന്നില്ലേ അവനിപ്പോ വരുമെന്ന് പറയുമ്പം അവൾ അപ്പം തന്നെ പേടിച്ച് ഇനി വീണ്ടും മേക്കപ്പ് ഒക്കെ ഇടണമെന്ന് പറഞ്ഞ് അവൾ ഉറങ്ങാൻ പോകുന്ന സമയത്തും ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്ത് അവനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവനും ഉറങ്ങുന്ന സമയത്തും മേക്കപ്പ് ഒക്കെ ഇടുവാൻ ചോദിക്കുമ്പം അവളാണ് സാധാരണ ഗേൾസ് എല്ലാം മേക്കപ്പ് ഇട്ടേ പുറത്ത് വരത്തുള്ളൂ, അല്ലാതെ ഞങ്ങളുടെ ഫേസ് ഒന്നും കാണിക്കത്തില്ല, അതെന്റെ ഒരു ശീലം എന്നിട്ട് അവൾ ഓരോ റീസൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവനാണ് കോൺട്രാക്ട് എടുത്ത് കൈ കൊടുത്തിട്ട് ഇവനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവന്റെ അപ്പൂപ്പനെ കാണുമ്പോൾ ഇതൊക്കെ പഠിച്ചോണ്ട് വരാൻ പറയുമ്പം അവളാണ് അതിനാരിതിന് സമ്മതിച്ചെന്ന് പറഞ്ഞ് അവള് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും അല്ലെങ്കിൽ അവന് വേറെ വഴിയില്ല, അതുകൊണ്ട് തിരി സഹായം ചെയ്യുമെന്ന് പറഞ്ഞ് ഇവള് തന്നെ ഇത് ചെയ്യണമെന്ന് അവൻ ഉറച്ചിരിക്കും. ഇത് കേട്ട അടുത്ത സെക്കൻഡ് അവളും അവളെ കൊണ്ട് ഈ പരിപാടിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവളെ അങ്ങ് ഇറങ്ങിപ്പോകും. അതിനുശേഷം അവൻ വീണ്ടും ഇവളുടെ പുറകെ വന്നിട്ട് അങ്ങനെ അങ്ങ് പോയാ എങ്ങനെ, നീ സഹായിക്കാതെ പിന്നാരെന്നെ സഹായിക്കും എന്ന് അവന് ചോദിക്കുമ്പം ഇവളാണ് ദയവ് ചെയ്ത് ഈ ഒരു സഹായം മാത്രം ചോദിക്കില്ലെന്ന് പറഞ്ഞ് ഒരേ സമയത്ത് ബോസിന് ചെയർമാൻ എങ്ങനെ പറ്റിക്കും പറഞ്ഞ് കമ്പനി വെച്ച് ഈ കാര്യമൊക്കെ അറിഞ്ഞ ഇവളുടെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിരിക്കും. അങ്ങനെ ആ സമയത്താണ് ഇവളുടെ അനിയൻ വീട്ടിലേക്ക് നടന്നു വരുന്നത്. അതോടെ അവള് പേടിച്ച് അവൻ കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ടീമിനെ തള്ളിവിട്ട് അവിടെ നിന്ന് വീട്ടിൽ പോകാൻ നോക്കുമ്പം അവനാണ് പെട്ടെന്ന് വീഴാൻ വേണ്ടി പോകും. അങ്ങനെ അതുകൊണ്ട് വീണ്ടും ഇവള് അവനെ ചെന്ന് പിടിച്ചിർത്താൻ നോക്കുമ്പം അവസാനം രണ്ടുപേരും കൂടെ തറയിൽ നിന്ന് കിസ് ചെയ്യും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.